ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോൾ അവർ തോക്കുകൊണ്ട് തന്റെ തലയിൽ തൊട്ടെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ മകൾ ആരതി. അത് വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് നടുക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ആരതി പറഞ്ഞു. തന്റെ കൺമുന്നിൽ വെച്ചാണ് അച്ഛനെ വെടിവെച്ചത്. മക്കളുമായി കാട്ടിലൂടെ ഓടുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. നിറയെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. മിനി സ്വിറ്റ്സർലൻഡിലായിരുന്നു ഞങ്ങൾ. അവിടെ സ്വീപ്പ് ലൈൻ പോലുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. വെടിയൊച്ചയാണോ എന്ന് അറിയില്ല. പിന്നെയും ശബ്ദം കേട്ടു. അപ്പോൾ ഭീകരാക്രമണമാണെന്ന് മനസ്സിലായി. അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാനും അച്ഛനും മക്കളും അവിടെ നിന്ന് ഓടി. ചുറ്റും കാടാണ്. പലരും പല ഡയറക്ഷനിലാണ് ഓടുന്നത്. അതിനിടയിൽ ഒരു ടെററിസ്റ്റ് വന്നു. എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു. എന്തോ ചോദിക്കുന്നു. വെടിവെക്കുന്നു. എന്താ ചോദിക്കുന്നതെന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ അച്ഛന്റെയും എന്റെയും അടുത്തേക്ക് വന്നു. ഒറ്റ വാക്കാണ് ചോദിച്ചത്. 2 തവണയേ ചോദിച്ചുള്ളൂ. മനസ്സിലായില്ലെന്ന് ഹിന്ദിയിൽ പറഞ്ഞു. അച്ഛനെയും എന്റെ മുന്നിൽ വെച്ച് വെടിവെച്ചു. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. അമ്മ പോകാമെന്ന് മക്കൾ കരഞ്ഞു പറഞ്ഞു. അച്ഛനെ ഇനി സേവ് ചെയ്യാനാകില്ലെന്ന് മനസ്സിലായി. ഓൺ ദ സ്പോട്ട് ഡെഡ് ആയിരുന്നു. ഞാൻ എന്റെ മക്കളെയും കൂട്ടി ആ കാട്ടിലൂടെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി. പലയിടത്തു നിന്നും വരുന്നവർ ഒരു സ്ഥലത്തെത്തി. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോണിന് സിഗ്നൽ കിട്ടാൻ തുടങ്ങി. ഞാൻ കശ്മീർ സ്വദേശി കൂടിയായ എന്റെ ഡ്രൈവറെ വിളിച്ചു. അയാളാണ് എല്ലാവരെയും അറിയിച്ചത്. 7 മിനിറ്റിനുള്ളിൽ മിലിറ്ററിയും പ്രദേശവാസികളും ഒക്കെ ഓടി മുകളിൽ പോവുകയായിരുന്നു. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോൾ അവർ തോക്കുകൊണ്ട് എന്റെ തലയിൽ തൊട്ടു. അത് വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്ന് അറിഞ്ഞുകൂടാ. മക്കൾ കരഞ്ഞതുകൊണ്ട് അയാൾ വിട്ടിട്ട് പോയതാകാം. എന്റെ അടുത്ത് വന്നയാൾ സൈനിക വേഷത്തിലായിരുന്നില്ല. മലയുടെ മുകളിലാണ് സംഭവം നടന്നത്. എവിടെ വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ എന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. രാത്രിയാണ് ഐഡന്റിഫിക്കേഷന് വിളിച്ചത്. അവിടുത്തെ സർക്കാരാണെങ്കിലും ഇവിടുത്തെ സർക്കാരും കേന്ദ്ര സർക്കാരും പ്രദേശവാസികളുമെല്ലാം കുറെ സഹായിച്ചു. ആളുകളെ വിളിക്കാനും ഭീകരനെക്കുറിച്ച് പറയാനും ഒക്കെയായി ഞാൻ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ എന്റെ ഡ്രൈവറും കശ്മീരിലെ തന്നെ വേറെ ആളുകളുമാണ് എന്റെ അനിയനെയും ചേട്ടനെയും പോലെ ഒപ്പമുണ്ടായിരുന്നത്. രാത്രി 3 മണിവരെ മോർച്ചറിയുടെ മുന്നിലായിരുന്നു. കശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടിയെന്നാണ് ഇന്നലെ ഞാൻ അവരോട് പറഞ്ഞത്. അമ്മയോട് പറയരുതെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. ഹോട്ടലിലെ TV കണക്ഷൻ റിമൂവ് ചെയ്തു. അച്ഛന് പരിക്കേറ്റെന്നും ട്രീറ്റ്മെന്റ് വേണമെന്നാണ് അമ്മയോട് പറഞ്ഞിരുന്നത്. ഇന്നലെ രാത്രി ഇവിടെ എത്തിയ ശേഷമാണ് അമ്മയെ അറിയിച്ചത്, ആരതി പറഞ്ഞു. അതേസമയം ഇന്ന് പഹൽഗാമിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം ചേരുകയാണ്. വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അജിത് ഡോവൽ, അമിത് ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും.